കേരള NGO യൂണിയൻ 62ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ദിനാചരണത്തിന്റെ ഭാഗമായി NGO യൂണിയൻ കോന്നി ഏരിയ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പതാക ദിനം നടത്തി. ഏരിയ പ്രസിഡന്റ് TP സുഭാഷ് പതാക ഉയർത്തി. NGO യൂണിയൻ പത്തനംതിട്ട ജില്ലാ ട്രഷറർ ബിനു മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരുടെ മേഖലയെ സംരക്ഷിക്കുകയും പുതിയ നിയമനങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാവാത്ത നിലയിലുള്ള ക്ഷാമബത്തയുടെ കാര്യത്തിൽ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന നിലയിലേക്ക് കേരളത്തെ എത്തിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവമായി നടത്തുന്ന പരിശ്രമങ്ങൾ നാം കാണാതിരുന്നുകൂടാ. കേരളത്തിൽ അർഹതപ്പെട്ട നികുതിയുടെ വിഹിതം നിഷേധിക്കുന്നു. കേരളത്തിന്റെ നികുതി വിഹിതം നിഷേധിച്ചുകൊണ്ട് ഈ കേരളത്തെ കഴുത്ത് ഞെരിച്ച് നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് കേന്ദ്ര നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരേണ്ട ഒരു സാഹചര്യത്തിലാണ് 62ാമത് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ചേരുന്നത്. നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സിവിൽ സർവീസെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരെയുള്ള സമരം മറ്റ് മേഖലയിലെ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു ചേർന്നുള്ള പോരാട്ടമല്ലാതെ മറ്റ് മാർഗമില്ല എന്ന തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനം ഈ കാര്യങ്ങളെല്ലാം വലിയ നിലയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമായി മാറുകയാണ്. ഈ പണിമുടക്ക് ഉൾപ്പെടെ വിജയിപ്പിക്കേണ്ട ബാധ്യത കേരളത്തിലെ സിവിൽ സർവീസിലെ ജീവനക്കാരും പങ്കാളികളായിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹവും ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുമാകെ ചേർന്നുകൊണ്ട് ഈ പണിമുടക്കാകെ വിജയിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MP ഷൈബി, T സന്തോഷ് കുമാർ, ശ്രീലത, KM ജസ്ന തുടങ്ങിയവർ സംസാരിച്ചു. 9 ന്യൂസ് മലയാളം, കോന്നി.